അപ്പം ചേതൻ, പണിമുടക്ക് ആരംഭിച്ചോ? ഏത് രീതിയിലാണ്? യാത്രക്കാരൊക്കെ ബാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് മറ്റ് ഗതാഗത സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്? KSRTC അടക്കം നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലാണ് സൂചനാ പണിമുടക്ക് രാവിലെ കോഴിക്കോട്? വിനിഷ, ഈ സംസ്ഥാനത്ത് ഈ സ്വകാര്യ ബസ് സമരം സൂചനാ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലാണ്. നമുക്കറിയാം ഈ സമയം വളരെ തിരക്ക് പിടിച്ച ഒരു സമയം ആണ്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർ ഈ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ KSRTC ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ചർച്ചയൊക്കെ സ്വകാര്യ ബസ് ഉടമകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ചർച്ച പരാജയപ്പെട്ടു. ഇതോടുകൂടിയാണ് ഈ സംയുക്ത ബസ് ഉടമകളുടെ സമിതി ഇന്ന് സൂചനാ പണിമുടക്ക് 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് നടത്താൻ ആഹ്വാനം ചെയ്തത്. നമ്മളിപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്നത് KSRTC ബസ് ഇപ്പോൾ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിനടുത്ത് വന്നിരിക്കുകയാണ്. ധാരാളം ഇന്ന് ഈ സൂചന പണിമുടക്കിനിടയിലും വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ KSRTC ബസ് സർവീസ് എന്നത്. ഞാനിപ്പോൾ വന്നിട്ട് അല്പം നേരമായി. ഇപ്പോൾ തന്നെ ഒരു 3-4 KSRTC ബസ്സുകൾ ഇങ്ങോട്ടേക്ക് വന്ന് സർവീസ് നടത്തി യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ നമ്മളിവിടെ ദൃശ്യങ്ങളൊക്കെ കാണാം, ധാരാളം പേർ 1 മണിക്കൂറിലേറെയായി ഇവരൊക്കെ ഇവിടെ നിൽക്കുകയാണ് ബസ് കാത്ത്. ചേട്ടാ, എങ്ങോട്ടാണ് പോകേണ്ടത്? ബാലുശ്ശേരി. എത്ര നേരെ കാത്തുനിന്നു? ഒരു മണിക്കൂറൊക്കെ ഉണ്ട് സാർ. വന്നില്ല. ജോലി പിന്നെ സെക്യൂരിറ്റി പണിയാണ്. സ്വാഭാവികമായി രാത്രി മൊത്തം ഡ്യൂട്ടി ചെയ്തതിനു ശേഷം രാവിലെ വീട്ടിൽ പോവാണ്. നടന്നില്ല. ബുദ്ധിമുട്ടാണ്. ബാലുശ്ശേരിക്കാം. എത്ര നേരം ബസ് കാത്തുനിൽക്കാൻ തുടങ്ങി? 2 മണിക്കൂറായി. 2 മണിക്കൂറായി ബസ് വന്നില്ല. KSRTC ബസ് തീരെയല്ല. മറ്റ് റൂട്ടിലൊക്കെ KSRTC ഉണ്ട്. ഈ റൂട്ടിൽ തീരെയല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ നേരം 1 മണിക്കൂറിന് എടുത്തായി. എങ്ങോട്ടാ പോകേണ്ടത്? ബാലുശ്ശേരി ഭാഗത്തേക്ക്. ഇല്ല, ഇതുവരെ വന്നില്ല. പണിമുടക്കിന്റെ കാര്യം നേരത്തെ അറിയാം. KSRTC പ്രതീക്ഷ അത് വന്നില്ല. വിചാരിക്കുന്നു. വിനിഷ, ഇത് തന്നെയാണ് പറയാൻ സാധിക്കും. ഇവരൊക്കെ ബാലുശ്ശേരി റൂട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വന്നപ്പോൾ മുതൽ കണ്ണൂർ ഭാഗങ്ങളിലേക്കൊക്കെ വടക്കോട്ടൊക്കെ ബസ് സർവീസുകളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ചില ഭാഗങ്ങൾ ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ ഈ യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഈ ഇവരുടെ പ്രധാനപ്പെട്ട സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, അതുപോലെ തന്നെ ഈ ചലാൻ വഴി അമിത പിഴ ചുമത്തുന്ന നടപടി അവസാനിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് ഈ സംയുക്ത ബസ് ഉടമ സമിതി ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഒരാഴ്ച തീരുമാനമായില്ലെങ്കിൽ ഈ മാസം 22-ാം തീയതി മുതൽ അനിശ്ചിതകാല ബസ് പണിമുടക്കിലേക്ക് നീക്കാനാണ് ഈ സമരസമിതിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി ഇന്നലെ തൃശ്ശൂരിലൊക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ എളുപ്പമാക്കാൻ മൊബൈൽ ആപ്പ് തുടങ്ങും. കാരണം ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ യാത്രാ പാസുകൾ ദുരുപയോഗം ചെയ്യുന്നു, കൃത്രിമം കാണിക്കുന്നു എന്നാണ് ഈ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘം പ്രധാനമായും ആവശ്യം. പക്ഷെങ്കിൽ മന്ത്രി ഗണേഷ് കുമാർ ഇന്നലെ ഒരു കാര്യം കൈരളി ന്യൂസിനോട് തന്നെയാണ് പറഞ്ഞത്, തീർത്തു പറഞ്ഞു. അതായത് ഈ ബസ്സിലെ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാനുള്ള നടപടി അത് ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞു, എല്ലാ കേസിലും ഈ പോലീസ് ക്ലിയറൻസ് ആവശ്യമില്ല. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ബസ്സിലെ ജീവനക്കാർ ഈ സ്ത്രീകളെ ആക്രമിക്കുന്ന കേസ്, അതുപോലെ തന്നെ കുട്ടികളെ ആക്രമിക്കുന്ന കേസ്, ലഹരി ഉപയോഗം, മയക്കുമരുന്ന് കേസ്, ഇതിൽ ഉൾപ്പെട്ട ബസ് ജീവനക്കാർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവരാണ് ഈ പോലീസ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ക്ലിയറൻസ് പരിധിയിൽ വരിക എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്. ഇതൊഴിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഈ ബസ് സംഘടനാ സമിതി ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ ചർച്ച നടത്തുവാൻ സർക്കാർ തയ്യാറുമാണ്. സർക്കാരിന് യാതൊരു കടുംപിടുത്തവും ഈ കാര്യമില്ല. പക്ഷേ ഈ പോലീസ് ക്ലിയറൻസിൻ്റെ കാര്യം അത് ഒഴിച്ച് മറ്റ് അവർ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളെയും സർക്കാർ അഡ്രസ്സ് ചെയ്യും എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വിനിഷ, ഏതായാലും സൂചനാ പണിമുടക്കിപ്പോൾ പുരോഗമിക്കുകയാണ്. ചില റൂട്ടിലേക്കൊക്കെ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോൾ KSRTC ഉള്ളത് അമിത ബസ് സർവീസ് നടത്താൻ തീരുമാനിച്ചു.
തീരുമാനിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലേക്കും അഡീഷണൽ ട്രിപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ കോഴിക്കോട് ജില്ലയിൽ വിൻഷ പരിശോധിച്ചാൽ താമരശ്ശേരി കൊയിലാണ്ടി റൂട്ടിൽ 6 അധിക സർവീസുകളാണ് താമരശ്ശേരി ഡിപ്പോ ഇന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ 6 മണി മുതൽ 30 മിനിറ്റ് ഇടവേളയിൽ താമരശ്ശേരിയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്കും, അതുപോലെ തന്നെ 7:30 മുതൽ കൊയിലാണ്ടിയിൽ നിന്ന് 30 മിനിറ്റ് ഇടവേളയിൽ താമരശ്ശേരിയിലേക്കും KSRTC ബസ്സുകൾ ഉണ്ടാകും. കൊയിലാണ്ടിയിൽ നിന്ന് രാത്രി 7 മണി വരെ 7 മണിക്കായിരിക്കും ലാസ്റ്റ് ബസ് സർവീസ് ഉണ്ടാകുക. ഏതായാലും ഇന്ന് ഈ സ്വകാര്യ സൂചനാ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. പലരും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവർക്ക് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്ന പോലെ എത്രയും പെട്ടെന്ന് തന്നെ KSRTC വന്ന് അവരുടെ യാത്രാ പ്രശ്നമൊക്കെ ദൂരീകരിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. വിനിഷ.